വിശേഷം ഇതോ സൗമ്യയുടെ അമ്മ. എന്റെ സൗമ്യയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയാ. ഞാൻ അപ്പുറം ഓമനെന്ന് വിളിച്ചു കാണിക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയാ. നിക്ക എനിക്ക് തോന്നുന്നു ഈ വീടാന്ന് തോന്നുന്നേ. അവിടെ ഇപ്പൊ നിലവിൽ ഒരു ചേച്ചിനെ കാണണ്ട അവിടെ എവിടെയെങ്കിലും ഇല്ല. ആ വീടായിരുന്നു ആ വീട്, ആ ചേച്ചിയുടെ വീട്. ഞാൻ എന്നും പാലക്കാട് സ്കൂള് വിട്ട് പോകുമ്പോ ആ ചേച്ചി ഇത് കണ്ട, ഇത് കണ്ട ചേട്ടാ, അതെ അതാ +2. ഞാൻ രാവിലെ ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഞാനിവിടെ വീട്ടിൽ വന്നിരിക്കും. ആൾക്കാർ ലൈറ്റൊക്കെ ഇട്ടാ പോണേ, കണ്ടില്ലേ? ഇൻഡിക്കേറ്റർ ഇട്ടതല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ പറയും അല്ലയോ സ്ത്രീ, അത് ഇൻഡിക്കേറ്റർ ലൈറ്റ് അല്ല. ഇങ്ങോട്ട് വരുന്ന വണ്ടിയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, ലൈറ്റുകൾ കാണാം. സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ഇതാ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ ഒരു വീട് കയറി താമസത്തിന് പോയതായിരുന്നേ. എന്നിട്ട് അവിടെ നിന്ന് നമ്മള് മൂവാറ്റുപുഴ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, മൂത്ത ചേച്ചി. അപ്പം അവിടേക്ക് പോവും. അപ്പം അവിടേക്ക് പോകാനായിട്ട് നമ്മള് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒക്കെ നമ്മള് വരുന്നത്. ഇത് ഈ കടയാ സാറിന്. നമ്മള് ഇതെങ്ങോട്ട് ആ ഇതോ ഞാൻ പഠിച്ച സ്കൂള് കണ്ടോ എല്ലാരും? ഇതേ കണ്ടോ, അതാണ് ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ പഠിച്ച +2 ഇതാ ഇത്. എടാ ഈ സൈഡിൽ നോക്കടാ. ഇതാടാ പതുക്കെ നിർത്തണം കേട്ടോ. അങ്ങനെ നമ്മൾ സൗമ്യ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു സൗമ്യ ഗോപി. അവളുടെ വീട് ഈ +2ൻ്റെ അടുത്താണ്. അപ്പോൾ അവളുടെ വീടിൻ്റെ അവിടെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ ആൻസിൻ്റെ ആദ്യ കുർബാനയ്ക്ക് അവളും ഭർത്താവും 3 പിള്ളേരും അവളുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മയായിട്ടായിരുന്നു കൂടുതൽ കൂട്ടുക. അവളേക്കാൾ കൂടുതൽ അവളുടെ അമ്മയായിട്ടായിരുന്നു കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ എല്ലാവരുടെ പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയോട് പറയാവുന്ന രീതിയിലൊക്കെ പറയാൻ പറ്റിയ ഒരമ്മയായിരുന്നു നമ്മുടെ സൗമ്യയുടെ അമ്മ. എന്നെ കണ്ടപ്പോഴത്തേക്ക് വീടിൻ്റെ വാതിൽക്കൽ നിന്നിങ്ങനെ നോക്കുവാണ് കേട്ടോ. എന്നെ ആദ്യം മനസ്സിലായില്ലായിരുന്നു. മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി ഇറങ്ങി വന്നു കേട്ടോ. അപ്പം നമ്മൾ ഓടി അങ്ങ് ചെന്ന വഴി തന്നെ കെട്ടിപ്പിടിച്ച് വലിയൊരു ഉമ്മയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അതുമിട്ട് നമ്മൾ ഫോണിനകത്ത് പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത്രയ്ക്ക് സ്നേഹമുള്ള ഒരമ്മയാണ് കേട്ടോ. വിശേഷം ഇതോ സൗമ്യയുടെ അമ്മ. എന്റെ സൗമ്യയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയാ. ഞാൻ അപ്പുറം ഓമനെന്ന് വിളിച്ചു കാണിക്കട്ടെ കേട്ടോ. ഇത് കണ്ട, ഇത് കണ്ട ചേട്ടാ, അതെ അതാ +2. ഞാൻ രാവിലെ ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഞാനിവിടെ വീട്ടിൽ വന്നിരിക്കും. പിടിച്ചോടി, ഇത് കുഞ്ഞു വീടോ കണ്ടടാ. അപ്പൊ പോവാട്ടാ, പോയിട്ട് വരാം. റോഡ് നന്നാക്കിയ പിന്നെ എപ്പോഴും വണ്ടിയാല്ലേ. ഇവിടെ ഒരു വീടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയാ. നിക്ക എനിക്ക് തോന്നുന്നു ഈ വീടാന്ന് തോന്നുന്നേ. അവിടെ ഇപ്പൊ നിലവിൽ ഒരു ചേച്ചിനെ കാണണ്ട അവിടെ എവിടെയെങ്കിലും ഇല്ല. ആ വീടായിരുന്നു ആ വീട്, ആ ചേച്ചിയുടെ വീട്. ഞാൻ എന്നും പാലക്കാട് സ്കൂള് വിട്ട് പോകുമ്പോ ആ ചേച്ചി അവിടെ എപ്പോഴും പണിതുകൊണ്ട് നിൽക്കും. എപ്പോഴും ജോലിയായിരിക്കും ചേച്ചി. പാത്രം കഴുകും, തുണിയാലൊക്കെ എപ്പോഴും ഓടി നടന്ന് പണി 24 hours. പണ്ടപ്പള്ളിക്ക് എനിക്ക് കൊതിയാവോ ഇതിലെ നടന്നു പോകാൻ. പിന്നെ ഇല്ല, ഇതൊരു ഇറക്കാണ്. ഇതിറങ്ങി അങ്ങ് ചെന്ന് കഴിയുമ്പോഴുള്ള സ്ഥലമാണ്
മൂങ്ങാംകുന്ന്. കൊതിയാവുക ഇതില് നടന്നു പോവാനായിട്ട്. പിന്നെ ഇവിടുന്ന് താഴേക്ക് ഒരു വഴിയുണ്ട്. ഇതേ താഴേക്ക് ഇതാ സിത്താരയുടെ വീടുണ്ടായിരുന്നു അവിടെ. അത് ആ വീടായിരുന്നു തോന്നുന്നു. ഇപ്പൊ മൊത്തം മാറിപ്പോയാന്ന് തോന്നുന്നു, ഒരു വെളിവുമില്ല. പിന്നെ എന്നെ പാലക്കാട് സ്കൂളിൽ എന്നെ ട്രെയിനിങ്ങിന് വന്ന് പഠിപ്പിച്ച ജോജു എന്ന് പറഞ്ഞൊരു സാറിൻ്റെ വീട്. അതായത് ഈ മാട്ടേ കാണുന്ന വീട്. അവിടെ പണ്ട് ശവന്നാറിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു, സർപ്പഗന്ധി പോലത്തെ. ആ നേരെ. മൂങ്ങാവുന്ന കുരിശുവള്ളി. അതെ ആ ചേട്ടനാണല്ലോ നിക്കണേ, MP ജോർജ്. ആ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് ജാതിത്തോട്ടാ. ഇത് ജാതിത്തോട്ടം. ഞങ്ങള് സ്കൂള് വിട്ട് വരുമ്പോ ആ ജാതിത്തോട്ടത്തിൽ നിന്ന് ജാതിക്കെല്ലാം പറിച്ച് തിന്നോണ്ടിരുന്നത്. അവിടെ ആ ജാതിത്തോട്ടത്തിൽ ആ ചേട്ടൻ എപ്പോഴും കാണും. എന്നിട്ട് ഇവിടെയൊക്കെ ഷാപ്പ് വന്നോട്ട്. ഇതെങ്ങ് നോക്ക് ചേട്ടാ. എനിക്ക് നോക്കാൻ പറ്റില്ല, ഞാൻ വണ്ടി ഓടിക്കുമല്ലേ. ചേട്ടൻ പതുക്കെ പോ, സ്ലോ ചെയ്യ. എന്നിട്ട് ജാതിത്തോട്ടത്തിലേക്ക് കയറുമ്പോ ആ ചേട്ടൻ പറയും പിള്ളേരെ പൊട്ടിക്കിടക്കണ ജാതിക്കൊക്കെ പറിച്ചിട്ടാ കായ എന്റെ ചുവട്ടിലേക്ക് ഇട്ടേക്കാൻ പറയും. എന്നിട്ട് ഞങ്ങളാ ജാതി തൊണ്ടെടുത്ത് മൊത്തം തിന്നോണ്ട് ഇങ്ങ് പോരും. അറിയാവോ എന്തൊക്കെ മെമ്മറീസാ. ഇത് പണ്ടപ്പള്ളിയുടെ ഒരു കുരിശുവള്ളിയാ. അത് കണ്ടോ, പണ്ടപ്പള്ളിയുടെ കുരിശുവള്ളിയാ കാണുന്നത്. ആ വഴി വരുന്നത് മാറുകയെന്ന ഞാൻ പറഞ്ഞത്. ഈ വഴി ആ വഴി വരുന്ന മാറുകയെന്ന. അപ്പൊ അതൊക്കെ പോചാട്ടെ, ഞാനൊന്ന് കണ്ടിട്ട് പോട്ടെ. ഇതവിടെ ഒന്ന് സ്ലോ ചെയ്യോ. ഇവിടെ ഇത് ഞാൻ 7ാം ക്ലാസ്സിൽ 7 വരെ പഠിച്ച സ്കൂളായത്. ഇത് കണ്ടോ, പണ്ടപ്പള്ളി. അത് സ്കൂള്. നമ്മള് നേരെ പോണം. നമ്മൾ എത്തിയില്ലോ. ഇത് പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി. ഡെക്കറേറ്റ് അറിയില്ലേ, മമ്മിയുടെ വീട് ഇരിക്കണേ. ഇത് എന്റെ വീട്ടിലേക്ക് പോണ വഴി. മനസ്സിലായോ? ഇതൊക്കെ എന്റെ നാട്ടുകാരൊക്കെയാ നിക്കുന്നത്. കണ്ടിട്ട് ആരും തിരിച്ചറിയില്ലെന്നേ ഉള്ളൂ. എല്ലാരും മാറിപ്പോയി. മമ്മിയുടെ വീട് അതേ കാണുന്ന ഡെക്കറേറ്റിന്റെ അടിയില്. പാവം മമ്മിയും പപ്പയും. അമ്മ മാത്രമേ ഉള്ളൂ. അവിടെ അമ്മയും അച്ഛനും ഉണ്ട്. അച്ഛൻ ലോട്ടറി കച്ചവടം ഒക്കെയാ. അതാ പോയേക്കുമായിരിക്കും. ഇനി നമ്മള് നേരെ മൂവാറ്റുപുഴയ്ക്കാ. അത് തൊടുപുഴയ്ക്ക. ഇത് മൂവാറ്റുപുഴ. ഇവിടെ പണ്ട് പണ്ടപ്പള്ളി ഷാപ്പ് ഇരുന്നത് ഇവിടെയായിരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടോ? ചേട്ടൻ ഷാപ്പിലൊക്കെ വന്നോണ്ടിരുന്നല്ലേ. ഇവിടെയൊക്കെ ഇപ്പൊ ചോദിച്ച ഇത് ആരുടെ വീടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഈ വീടുകളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോകുമ്പോ ഈ വീടുകളൊന്നും ഇല്ലായിരുന്നു. അതാ പറഞ്ഞെ. പിന്നെ വീതി കൂട്ടിക്കഴിഞ്ഞപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് മൂവാറ്റുപുഴ റോഡ്. എത്ര പെട്ടെന്നാ ചേട്ടാ നമ്മൾ വന്നത് പാലക്കഴേന്ന്. അത് ഞങ്ങളൊക്കെ നടന്നു വരുമ്പോ 3/4 മണിക്കൂർ എടുക്കുവായിരുന്നു. എന്നിട്ട് പോലും 2 മിനിറ്റിന്റെ വീഡിയോയാ കിട്ടിയുള്ളല്ലോ. ഞാൻ ഇന്നും രാവിലെ സ്കൂളിൽ ആദ്യത്തെ ബസ്സിൽ കയറി. ഇവൻ പോകണോളായിരുന്നു എന്റെ ശീലം. തിരക്കുണ്ടാവാതിരിക്കാൻ ഞാൻ രാവിലത്തെ ബസ്സിൽ കയറിപ്പം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു പണി എടുക്കില്ലായിരുന്നു. എന്നിട്ട് മൂവാറ്റുപുഴ 9 കിലോമീറ്ററാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒന്നും എനിക്ക് മനസ്സിലായി. ഈ വീട്ടിലെ ചെറുക്കൻ കൊച്ച് എൻ്റെ വീട്ടിൽ അവിടെ പണ്ടപ്പള്ളി ട്യൂഷന് വന്നുകൊണ്ടിരുന്ന റോബർട്ട് എന്നും പറഞ്ഞ്. അത് നമ്മള് അത് സുഹൃത്തുക്കളെ, ഇതാണ് ആരക്കുഴ. അതായത് ഞങ്ങളുടെയൊക്കെ പഞ്ചായത്ത് ഓഫീസും വില്ലേജൊക്കെ ഇവിടെയാ. വില്ലേജ് കഴിഞ്ഞു പോയിട്ടോ. ഇതാണ് ആരക്കുഴ പഞ്ചായത്ത് കാര്യാലയം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ആരക്കുഴ മൂഴി. കേട്ടിട്ടുണ്ടോ? അതിനെ കേക്കാതെ പോയേ. എടാ മിണ്ട കളിക്കടാ, ഞാൻ വീഡിയോ എടുക്കണ കണ്ടില്ലേടാ. അപ്പൊ ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോ ഇറിറ്റേഷനാ. ഇതാണ് ആരക്കുഴ മൂഴി. പുഴയാ ഇത്, പുഴ. മൂവാറ്റുപുഴ പുഴ.
അതാ മറ്റേ മേമടങ്ങ് മടത്തിന്റെ താഴോ അതിന്റെ അവിടെ നിന്ന് വരുന്ന വഴിയാ അത്. അതായത് പണ്ടപ്പള്ളി ടച്ച് ചെയ്യാതെ മൂവാറ്റുപുഴയ്ക്കൊക്കെ വരാം. കൊല്ലം കൂടി ഈ റോഡിൽ കൂടി വന്നു. മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നല്ലേ. പൗഡറൊക്കെ ഇടാറുണ്ട്. ചേട്ടൻ കാരണം പൗഡർ ഒന്നും ഇടാൻ പറ്റണില്ല ഇപ്പൊ. എന്നെ തളർത്തി കളഞ്ഞ്. പൗഡറൊക്കെ ഇട്ട് പണ്ടായാലും പോകുമ്പോ ഇവിടെയല്ല ഒട്ടി പൗഡറല്ല ഇവിടെ ഇരിക്കും. ലിപ്സ്റ്റിക് ഒരു വക അവിഞ്ഞ ലിപ്സ്റ്റിക് എന്നും പറഞ്ഞ് ചേട്ടൻ എന്റെ സൗന്ദര്യബോധത്തെ തളർത്തി കളഞ്ഞ്. ഇപ്പൊ ഞാനൊരു പൗഡർ പോലും ഇടാറില്ല. ലിപ്സ്റ്റിക്കും മൊത്തം തിന്നു തീർത്ത്. ആ വീടൊക്കെ പഴയ വീടാ. ആ വീടെന്ന് വെച്ചാൽ ആരാണ്ടര വീടാ. അത് ആരുടെയാന്ന് മറന്നുപോയി. ഇതൊക്കെ പഴയ വീടുകളല്ലേ? ആണോ ചേട്ടാ? ദൈവമേ, ആ പൂ എന്തോരുവാ ചേട്ടാ. ആ ഒറ്റക്കൊരു കൊമ്പ് കിട്ടിയാൽ മതിയായിരുന്നു. കൊക്കുമ്പൂന്ന് പറഞ്ഞ് പണ്ട് വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കും വളഞ്ഞ്. നല്ല രസമാണ് അത് കാണാൻ. ഇപ്പൊ അതൊന്നും കാണാനില്ല. അത് ഈ റോട്ട് വന്ന പഴയ കുറെ പൂക്കള് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഷുഗർ വെട്ടിയോ? ബ്ലൗസ് തയ്ച്ച കഴുത്തിച്ചിരി കയറിപ്പോയി. സാധാരണ കഴുത്ത് മലച്ചാ വരാറില്ല. ഇത്തവണ എന്നാണോ എന്റെ കഴുത്തൊക്കെ ഇച്ചിരി ഇതായി. ആലക്കുഴയൊക്കെ ഇലക്ഷന് നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടോ? ഈ വീടുകളൊക്കെ അറിയോ ചേട്ടൻ? ഇതൊക്കെ ചേർക്കോട്ടുകാരുടെയൊക്കെ വീടാ. നല്ല രസമാ. എനിക്കിഷ്ടമായി ഈ വഴിയുള്ള യാത്ര. എനിക്ക് തൊടുപുഴയ്ക്ക് വരുന്നേക്കാളും ഇഷ്ടം മൂവാറ്റുപുഴയ്ക്ക് വരുന്നതാണ്. ഇങ്ങനെ കുറെ വീടുകളൊക്കെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ, 2005 2006 കാലഘട്ടത്തിലൊക്കെ 2008 ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വേറെ മോഡൽസിലുള്ള വീടുകളൊക്കെ, പല പല മോഡലുകളിലുള്ള വീടുകളൊക്കെ പണിത് വെച്ചേക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, എനിക്കെന്നെ തലയ്ക്കുള്ള വട്ടുമുണ്ടോ? ഇതാ പെരുമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടോ? പെരുമ്പല്ലൂര് 10-ാം പിയൂസ് പള്ളി. ഇതാ ഈ പെരുമ്പല്ലൂരാണ് നമ്മുടെ ഡെൽനയുടെ വീട്. ഡെൽന മിസ്സിനെ ഓർക്കണ്ടോ? ഡെൽനേനെ. പെരുമ്പല്ലൂര്. ഇതാണ് വിശുദ്ധ 10-ാം പിയൂസ് പള്ളി. അപ്പൊ നമ്മളിതാ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ആംബുലൻസ് ഫുള്ളായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അത് ഡെഡ് ബോഡി കൊണ്ടുപോയത് ആരോ സ്മരിച്ചുപോയി. ഇതെന്താ ഫാക്ടറി ആണോ? വീട് എൻ്റെ പൊന്നെ, അതെന്തൊരു വീടാ. പെരിങ്ങഴപ്പള്ളിയിലേക്ക് പോണ വഴിയാന്നത്. നമ്മൾ പെരിങ്ങഴ എത്തിയിട്ടേ ഉള്ളൂ. മൂവാറ്റുപുഴയാന്ന് പറഞ്ഞ് ചുമ്മാ മനുഷ്യനെ പറ്റിച്ച്. ഇതൊക്കെ പണ്ട് സെറ്റപ്പിൽ പണിത് തന്നിട്ട് ബാക്കി പണിയാൻ പറ്റില്ല. നല്ല രസമില്ല കാണാൻ. കിലോമീറ്റർ ടു കിലോമീറ്റർ മതിലും പൂച്ചെടികളും. ആരുടെ വീടാണോ ആവോ. പെരിങ്ങഴ കുട്ടപ്പൻ എന്ന് പറഞ്ഞ സ്ഥാനം നോക്കണ ഒരാളുണ്ടായിരുന്നു പണ്ട്. നമ്മളെ വീടിന്റെ പ്ലാനിങ്ങിന് സ്ഥാനം നോക്കാം, പെരിങ്ങഴ കുട്ടപ്പനെ വിളിക്കാന്ന് എപ്പോഴും വീട്ടിൽ പറയണ കേൾക്കാറുണ്ട്. അന്നേരമാണ് പന്നൂരിന്നൊരു അപ്പൂപ്പനെ വിളിച്ചോണ്ട് വന്നേ. അപ്പോ KPV സെൻട്രൽ ഹാള്, ഇവിടെ ഹാളൊക്കെ ഉണ്ട്. വേറൊരു വീട് കണ്ടോ? എനിക്കിഷ്ടമാണ് ഇങ്ങോട്ടുള്ള വീടുകളൊക്കെ. ഭയങ്കര സെറ്റപ്പാ, അറിയാമോ? ശരിക്കും നമ്മൾ ഇങ്ങനെ ഈ വഴിക്കവിടെ പോകുമ്പോ ഇത് ഏതൊരു ഊടുവഴി പോലെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. കീർത്തി സൗണ്ട്. ആ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതൊരു പാടം. ഇതേ ഒരു ഫ്ലാറ്റ്. പണ്ടൊന്നും ഫ്ലാറ്റ് ഒന്നും ഇല്ല. പണ്ടുണ്ടായിരുന്ന വീടുകളൊക്കെയാണ് ഈ ഓടിട്ട വീടുകളൊക്കെ. ഇപ്പൊ പിന്നെ ആരും ഓടൊന്നും ഇടുന്നില്ല. ഇപ്പൊ ഓടൊന്നും കിട്ടില്ല അല്ലെ? പുതിയ ഓടൊന്നും. വലിയ ഓടുണ്ടോ? അതെവിടെ കിട്ടും? വാ,
നമ്മൾ പറഞ്ഞ നമ്മുടെ സൈറ്റിൽ കൊണ്ട് ലോഡ് എത്ര എണ്ണം വേണം? പണ്ടത്തെ ഓടിന്റെ അത്ര കട്ടിയൊന്നും കാണില്ലായിരിക്കും. അപ്പൊ ഇവിടെ സന്ധ്യ ആകാറായിട്ടുണ്ട് കേട്ടോ. എവിടെ? 6 എത്രയായി? 6:30 ആയോ? സന്ധ്യ ആയല്ലോ, 5:30. 5:30 ഇല്ലായിരുന്നു. പക്ഷെ സന്ധ്യ ആയില്ലേ നോക്ക്. ആൾക്കാർ ലൈറ്റൊക്കെ ഇട്ടാ പോണേ, കണ്ടില്ലേ? ഇൻഡിക്കേറ്റർ ഇട്ടതല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ പറയും അല്ലയോ സ്ത്രീ, അത് ഇൻഡിക്കേറ്റർ ലൈറ്റ് അല്ല. ഇങ്ങോട്ട് വരുന്ന വണ്ടിയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, ലൈറ്റുകൾ കാണാം. സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ഇതാണ് പണ്ടപ്പള്ളി മൂവാറ്റുപുഴ റോഡ്. ഇവിടെ മൊത്തം വീടായല്ലോ ചേട്ടാ. ആ വഴിയൊക്കെ എങ്ങോട്ട് പോണമായിരുന്നു, മറന്നും പോയി. നമുക്ക് നേരെയായിട്ട് പോണ്ടേ? ഓ ഞാനറിയില്ലടാ. ഇതിന് 1 വേ ആണോ ചേട്ടാ? മറിയം ബസ്, പണ്ടപ്പള്ളി ബസ്. അത് ഇല്ലില്ല, ഇതൊക്കെ പുതിയ ബസ്സാ. ഞാനാണുള്ളപ്പം തൊടുപുഴയ്ക്ക് ഒരു നിർമാല്യം ഉണ്ട്, ഒരു ആനന്ദുണ്ട്, CMS ഉണ്ട്, പിന്നെ ഒരു ജക്സൺ. ആകെ ഒരു ദിവസത്തിൽ ഒരു നേരം ഒരു ജക്സനും കറങ്ങി ചുറ്റിയൊക്കെ വരും. ഞാൻ അറിയില്ലടാ. ഇവിടെയൊക്കെ എന്തൊക്കെയോ, ഇവിടെയൊക്കെ നിന്ന് പണ്ട് ബസ് കയറിക്കൊണ്ടിരുന്നേ. ഇവിടെ ഈ യാക്കോവറ്റ് പള്ളിക്കാരുടെ സെമിത്തേരി ഈ ഭാഗത്തെങ്ങാണ്ട. അത് മറന്നുപോയത് എവിടെയാന്ന്. ഇതേ കാട് പോലെ കിടക്കണതിന്റെ മോളെങ്ങാണ്ടാന്നാ തോന്നണേ. അവിടെ നിന്നിട്ടാണ് നമ്മൾ ബസ് കയറിക്കൊണ്ടിരുന്നത്. ഇതാട്ടെ ഞങ്ങളുടെ ചാന്തിത്തിലച്ഛനെയൊക്കെ അടക്കിയേക്കുന്ന ഈ സെമിത്തേരിയില്ല. ഇതാണ് യാക്കോവറ്റ് പള്ളിക്കാരുടെ സെമിത്തേരി. അപ്പൊ ഇവിടെ നിന്ന് ബസ് കയറിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, ഇതുപോലെ ചറപറാന്ന കടയൊന്നുമില്ല, ആകെപ്പാടെ ഒരു കടയേ ഉള്ളൂ. അപ്പൊ ആ കടയിൽ നിന്ന് ഞാൻ എപ്പോഴും പാട്ടുപുസ്തകം വാങ്ങുമായിരുന്നു. ആ പാട്ടുപുസ്തകം ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ മറ്റേ പള്ളിയുടെ മുമ്പിലെത്തി. ഏത് പള്ളിയാടാ? 3 കിങ്സ് ചർച്ച്. ഞാൻ ഒരേ ഒരു തവണ ഈ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ MAയുടെ റിസൾട്ട് നോക്കാൻ പോയിട്ട് വന്നിട്ട് ഈ പള്ളിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിർമ്മല കോളേജിൽ പോയിട്ട് റിസൾട്ടൊക്കെ അറിഞ്ഞ് ഞാൻ വന്നിട്ട് ഈ പള്ളി കയറിയിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പം എനിക്ക് പള്ളിയിലൊന്ന് കയറണം എന്ന് തോന്നി. എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഫൊറോന ചർച്ച, ഹോളി മാഗി ഫൊറോന ചർച്ച. ഇത് ഹോളി മാഗി ഫൊറോന ചർച്ച്. അവിടുന്ന് നമ്മൾ 5 മണി. നമ്മൾ അരമണിക്കൂറും കൊണ്ട് എത്തിയില്ല, 3/4 മണിക്കൂർ. അവിടെ സൗമ്യയുടെ വീട്ടിൽ നിന്നോണ്ടാ. അവിടെ ആകപ്പാടെ 5 മിനിറ്റ് കണ്ടാ നിന്നുള്ളൂ അല്ലേ? പിന്നെ വണ്ടി ഇച്ചിരി സ്ലോയിലൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ ത്രൂ ഔട്ടിങ് വരുമായിരുന്നെങ്കിൽ ഇതിൽ നേരത്തെ 1/2 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്നു അല്ലേ? ഫ്രൂട്ട്സ് വാങ്ങണല്ലോ ചേട്ടാ. ഇതേ ഫ്രൂട്ട്സ്. ഇതാണ് പുഴ. ഓറഞ്ചും മുന്തിരിങ്ങ. ന്യൂമോണിയക്ക് അതാ പറ്റുള്ളൂ. സിട്രസ് പഴങ്ങൾ കഴിക്കാൻ. സിട്രസ് അടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഓറഞ്ചില്, മുന്തിരിങ്ങയില് ഒക്കെയാണ്. പിന്നെ വേറെ കുറെ ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്തത്. എടാ അതല്ലേ ലതാ പാർക്ക്. നീ എന്തായാലും ഇങ്ങനെ ഓർക്കണ്ടോ നീ ചോദിക്കണേടാ? ഞാനൊരു മൂവാറ്റുപുഴക്കാരിയാടാ.
പുഴയിലാണ് കിടക്കണം അവിടെ. അമ്മ പിന്നെ ചുമ്മാ പൊട്ടന്മാര് ചോദിക്കണം. ഇവിടെ നിർത്തിയാലോ, ഇവിടെ നിർത്തിയാലോ, അവനൊരു പൊട്ടന ഈ കടയിൽ പണ്ട് ചക്ക കിട്ടുമായിരുന്നു. മിണ്ടാണ്ടിരിക്കും. ഇവിടെ നിർത്തിയാലോ, ഇവിടെ നിർത്താം. പോയി വാങ്ങിച്ചോണ്ടോ, പോയി മേടിച്ചോളൂ. ചെല്ലോ ചേട്ടൻ പോയി വാങ്ങിച്ചോണ്ടോ. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണത്. നമ്മൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് നിരന്നിരിപ്പുണ്ട്, അവിടെ നിന്ന് പോയി വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ ഇത് മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലായിട്ടാ. കണ്ട മഴയാണ്, നേരമൊക്കെ രാത്രിയായി. നിർമ്മല മെഡിക്കൽ സെന്റർ കണ്ടില്ലേ, ഓ കാണുന്നു. നിർമ്മല സ്കൂളിന്റെ മുമ്പിൽ കൂടെ അല്ലേ നമ്മളിപ്പോ വന്നേ. ആ പള്ളിയുടെ അടുത്തായിരുന്നു. ഇതാണ് നിർമ്മല ആശുപത്രി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്, ഞാനിവിടെ വന്നിട്ടേ ഇല്ല. ചേട്ടൻ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലേ ചേട്ടാ. അമ്മച്ചി മരിച്ചത് ഇവിടെയല്ലേ? അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ നമ്മൾ എല്ലായിടത്തും പോയി തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. ഒത്തിരി രാത്രിയായിട്ടാണ് നമ്മൾ വന്നത്. അതിനുശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. നമ്മൾ വൈൻഡപ്പ് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. നമ്മൾ നേരെ ഒരു പെരവാസ്തുവലി ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ മോളുടെ വീടായിരുന്നു കേട്ടോ. അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിത്തല ഭാഗത്തായിരുന്നു, അതായത് നമ്മൾ കൂത്താട്ടോളം അതായത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെ ചേച്ചിയുടെ അടുത്ത് പോകണമായിരുന്നു. മൂത്ത ചേച്ചി, ചേട്ടൻ്റെ മൂത്ത പെങ്ങള് സിസ്റ്ററാണ്. അപ്പോൾ ചേച്ചി ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയത്. അപ്പം നമുക്ക് അവിടെ പോകണമായിരുന്നു. ചേച്ചി കോതമംഗലം കൊഴുപ്പള്ളി മഠത്തിലാണ് കേട്ടോ. ഇപ്പം നല്ല ഏജുണ്ട്, 10-75 വയസ്സുണ്ട് ചേച്ചിക്ക്. അപ്പോൾ ന്യൂമോണിയ വന്നു കഴിഞ്ഞപ്പം കൂടിപ്പോയി, കുറച്ച് ചുമയായിരുന്നു, അതങ്ങ് കൂടിപ്പോയി. അപ്പം അവിടെ പോകണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിലെ പോകുമല്ലോ. അപ്പം ഞാൻ പഠിച്ച സ്കൂളും +2 പിന്നെ എൻ്റെ നാടൊക്കെ കൂടി പെട്ടെന്ന് മൂവാറ്റുപുഴ എത്താം. അല്ലാതെ ഒരു ഷോർട്ട് കട്ടിൽ പോയാൽ അതിൽ എളുപ്പത്തിലെത്താം. പക്ഷെ ഞാൻ എത്ര വർഷങ്ങളായി ഞാൻ അതിലേക്ക് വന്നിട്ട്. അപ്പം എനിക്ക് പണ്ടപ്പിള്ളി പാലക്കുഴ മുതൽ, ഞാൻ പഠിച്ച സ്കൂൾ പാലക്കുഴയാണ്. അപ്പോൾ പാലക്കുഴ മുതൽ പണ്ടപ്പിള്ളി വരെ ഞങ്ങൾ രാവിലെ ബസ്സിന് വരും, വൈകിട്ട് നടന്നാൽ പോയിക്കൊണ്ടിരുന്നത്. 3 കിലോമീറ്ററേ ഉള്ളൂ. എന്നാൽ പിന്നെ അതിലൊന്ന് പോകാം, ആ വഴിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ ഓർത്ത് ആർത്തിയോട് കൂടി പോയതാണ്. പക്ഷെ കാറിലായതുകൊണ്ട് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പാലക്കുഴയിൽ നിന്ന് പണ്ടപ്പള്ളി എത്തിയെന്ന് പറയാം. ഒന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കുറച്ചുകൂടി പകലായിരുന്നെങ്കിൽ ഒരു 2 മണി, ഒരു 3 മണിയൊക്കെ ആയിരുന്നെങ്കിൽ സുഖമായിട്ടൊക്കെ നിർത്തി ഓരോ സ്ഥലമൊക്കെ കാണിച്ച് ഒക്കെ പോകാമായിരുന്നു. എനിക്കതിൽ ഭയങ്കര വിഷമമായി പോയിട്ടോ. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനും ആൻസൂട്ടിനോട് കൂടി ഈ വീട്ടിലേക്കൊക്കെ വരുന്നതിനൊക്കെ മുമ്പായിട്ട്, ഒരു 2 വർഷമൊക്കെ മുമ്പായിട്ട്, എങ്ങനെ പോയാലും ഒരു 1.5 വർഷം മുൻപെന്ന് വേണമെങ്കിൽ പറയാം, ഞങ്ങളൊരു ദിവസം തൊടുപുഴ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് 2 വർഷമായി കാണാം. അപ്പോൾ ഒരു ഉമ്മ ഈരാറ്റുപേട്ടയിൽ നിന്നൊരു ടീച്ചറാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട്, അതായത് പാർക്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ വന്നാൽ എന്നെ കാണാനായിട്ട് പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് മിക്കപ്പോഴും പാർക്കിലൊക്കെ വരാറുണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചറായും കുട്ടിക്കൊണ്ട്, റിട്ടയേർഡ് ടീച്ചറായി ഉമ്മ. അപ്പം അതിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ചുരിദാറൊക്കെ ഇട്ടൊരു ചേച്ചി ഒരു കുറിയൊക്കെ തൊട്ട് ആ ചേച്ചി ഓടി വന്ന് എന്നോട് വേണ്ടി, സബ്സ്ക്രൈബറാണ് കേട്ടോ, വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ, പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും നടന്നാൽ പറ്റില്ല, ഒരു കല്യാണം കഴിക്കണം, ജീവിതത്തിലൊരു കൂട്ട് വേണം, അത് വയസ്സ് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചാൽ പോയ വർഷങ്ങളൊന്നും തിരിച്ച് കിട്ടില്ല, പിന്നെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന 1 മിനിറ്റ് കിച്ചണൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു ചേച്ചി എന്നോട് ഇങ്ങനെ മിണ്ടും. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ചേച്ചിനെ കണ്ടിട്ട് നല്ല പരിചയം പോലെ തോന്നി. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എവിടെ വീട്? അപ്പോൾ പാലക്കുഴയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പാലക്കാട് സ്കൂളിലാണ് പഠിച്ചത്, എൻ്റെ കൂടെ എൻ്റെ കുട്ടികളൊക്കെ, അപ്പോൾ ആ ഭാഗത്തുള്ള കുറച്ച് പേരുടെയൊക്കെ പേര് വരുമ്പോൾ ചേച്ചി എല്ലാവരും, അപ്പോൾ ചേച്ചിയുടെ വീട് എവിടെയാണ്? അപ്പോൾ പാലക്കാട് ഇന്ന ഭാഗത്ത്. ഞാൻ പറഞ്ഞു, അവിടെ ഒരു അമ്പലമൊക്കെ ഇല്ലേ, അതിൻ്റെ അമ്പലത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഒരു അംഗൻവാടിയൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്താണ് ചേച്ചിയുടെ വീട്. എന്നിട്ട് എനിക്ക് ആ ചേച്ചീനെ എനിക്ക് കിട്ടി. കാരണം 8ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ പഠിച്ചത് പാലക്കാട് സ്കൂളിലാണ്. അപ്പോൾ എപ്പോഴും ഇവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. നേരത്തെ അതൊരു പഴയ തറവാട് പോലെ ഒരു ഓടിട്ടൊരു വീടായിരുന്നു. നീളത്തിലുള്ള ഇളന്തിണ്ണയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളന്തിണ്ണയിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ കമഴ്ത്തി ഈ അലൂമിനിയം പാത്രങ്ങൾ, അതുപോലെ തന്നെ
മൺപാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ കമഴ്ത്തി എപ്പോഴും വെച്ചേക്കും. ഈ ചേച്ചിയാണെങ്കിൽ ഞാൻ കാണുമ്പോൾ തൊട്ടേ ഈ ചേച്ചി കുഞ്ഞു കൊച്ചൊക്കെയുള്ള സമയത്തും പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ ഞാൻ ഈ ചേച്ചിനെ കാണാറുണ്ട്. ഞാൻ കാണുമ്പോഴെല്ലാം ഈ ചേച്ചി ത്രൂ ഔട്ട് ഇങ്ങനെ ജോലി ചെയ്യായിരിക്കും, എപ്പോഴും ആക്റ്റീവായിരിക്കും, ഓടി കിടന്ന് പണിയൊക്കെ എടുക്കുക. ചുരുണ്ട മുടിയുള്ളൊരു ചേച്ചി, നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെ പണിയെടുക്കാതെ കണ്ടിട്ടില്ല. നേരത്തെ ഇങ്ങനെ നൈറ്റി ഫ്രില്ലൊക്കെ വെച്ച നൈറ്റി, ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വെച്ച് ഞൊറിച്ചിലൊക്കെ വെച്ച് ഫ്രില്ല് വെച്ച നൈറ്റി കണ്ടു, അതൊക്കെയായിരുന്നു ഇത്രയും കൈയൊക്കെയുള്ള. പിന്നെ കാലഘട്ടം മാറുന്നോറും ആ ചേച്ചിയുടെ ഡ്രസ്സിങ്ങിലുള്ള മാറ്റങ്ങളെല്ലാം ഞാൻ ഓർക്കും. ഞാൻ ഈ ചേച്ചിനെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താ, ഇവരെപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടവഴി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ഈ 1 മിനിറ്റ് കിച്ചണൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഈ ചേച്ചിയൊക്കെ പേര് വിട്ടുപോയി. ഞാൻ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടെ, ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചിട്ട് പറയാം. അപ്പം അങ്ങനെ ഈ ചേച്ചീനെ കണ്ട് അപ്പം എനിക്ക് ഈ 1 മിനിറ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ചേച്ചിയെക്കുറിച്ചൊക്കെ ഞാൻ പണ്ട് ആലോചിക്കാറുണ്ടായിരുന്നേ. ഞാൻ ആലോചിക്കുക ചേച്ചി ഇപ്പം എന്തായിരിക്കും എടുക്കുക. അതിനുശേഷം അവരുടെ ആ വീടൊക്കെ പൊളിച്ചിട്ട് വീട് വാർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ പഠിക്കുമ്പോൾ തന്നെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ എനിക്കിതാന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചേച്ചിയാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. ഞാൻ പറഞ്ഞു ചേച്ചി ഓടിയാണെന്ന് പണിയൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ അതിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുമായിരുന്നു, ഞാൻ ചേച്ചി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ ചേച്ചി ഹാപ്പിയായി. അപ്പോൾ ആ ചേച്ചി പോകാൻ നേരത്തെ, അപ്പോൾ ഈ ഉമ്മ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഈ ടീച്ചർ ഉമ്മ. അപ്പോൾ ഞാൻ പോകാൻ നേരത്തെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്, കുറേ നാൾ നടന്ന് അവസാനം കൊച്ചിൻ്റെ കാര്യം നോക്കിയിട്ട് ജോലിയൊക്കെ വാങ്ങി പോകുമ്പോൾ ഒറ്റപ്പെട്ട് പോകുന്നൊക്കെ നീ ഓർക്കണ്ടാടാ. നിനക്ക് കാറ് വാങ്ങിച്ചെന്നെ ഒരു ഉമ്മ, വലിയ വണ്ടിയൊക്കെ. അപ്പോൾ അവർ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ അവരുടെ നമ്പർ എൻ്റെ ഇലക്ഷൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോളിങ് കാര്യങ്ങളൊന്നും നന്നായിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി സന്തോഷമായി. അപ്പോൾ അതാണ് ഞാൻ ആ ചേച്ചിയുടെ വീടാണ് നമ്മൾ വണ്ടി സ്ലോ ചെയ്യാൻ പറഞ്ഞ് കാണിച്ചൊക്കെ തന്നത്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു പോയ വഴിക്ക്. പക്ഷെ വണ്ടി പെട്ടെന്ന് പോയതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി, എൻ്റെ നാട് പോലും എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. വണ്ടി സ്ലോ ചെയ്തെങ്കിലും ചേട്ടൻ വിട്ടടിച്ച് പോകുന്നു. നമുക്കൊരു ദിവസം ആ റൂട്ട് പോയിട്ട് പതുക്കെ നിർത്തി ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അന്നൊക്കെ അതിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ അതിലെ പേരൊന്നും അറിയത്തില്ല. ഒരുപാട് പേരെയൊക്കെ കാണുമായിരുന്നു, മിണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അവരെയൊക്കെ ഇനി കണ്ടാൽ തിരിച്ചറിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് വീണ്ടും കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, വീണ്ടും കാണണമെന്ന്. ഇപ്പം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് പ്രാവും കുഞ്ഞ്, എനിക്ക് ഇവരൊക്കെ എന്തെടുക്കുന്നു ഇവരൊക്കെ കാണാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്താണ് പോകണം. ഞാനങ്ങനെ എനിക്ക് പഴയ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പഴയ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എപ്പോഴും ഇരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ ഏത് ലെവലിലെത്തിയെന്ന് പറഞ്ഞാലും, ഞാൻ എങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞാലും, നശിച്ചു പോയാലും ഉയർന്നു വന്നാലും ഒക്കെ എനിക്ക് പഴയ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഓരോരുത്തരെക്കുറിച്ച്. അവരൊന്നും എന്നെ അറിയ പോലും ഇല്ലായിരിക്കും, പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടമാണ് പഴയ കാര്യങ്ങളും അന്നത്തെ ജീവിതമൊക്കെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? കമൻ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ ആ യാത്രയിൽ എടുത്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജാതിത്തോട്ടമാണ്. അതെൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം ആ ജാതിത്തോട്ടം. ഞങ്ങൾ നടന്നു വരുമ്പം അതിൻ്റെ ഓണർ ചേട്ടൻ അവിടെ ഉണ്ടാവുക. ചേട്ടൻ ഇപ്പോൾ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല, അന്ന് നല്ല ഏജുള്ളൊരു ചേട്ടനായിരുന്നു. അപ്പം ആ ചേട്ടൻ അവിടെ നിൽക്കും. അപ്പം എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ജാതിക്ക അതിനകത്ത് കായ ഉണ്ടല്ലോ, കായും ജാതിപത്രി ഇങ്ങനെ ചുവന്ന സാധനം, ജാതിക്ക ചുറ്റി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചുവന്ന ജാതിപത്രി. അപ്പം അതവിടെ ഇട്ടിട്ട് തൊണ്ടും കൊണ്ട് പൊക്ക പിള്ളേരെന്ന് പറയും. കയറി പറിച്ചാലും മിണ്ടാറില്ല. ഇനിയിപ്പം ഒരു കാ പറിച്ചെടുത്തോണ്ട് പോയാലും മിണ്ടാറില്ല. പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഉള്ളവർക്കാണല്ലോ ഇങ്ങനെ അതിരും പിന്നെ എന്തെങ്കിലും കയറി എടുത്താലൊക്കെ പ്രശ്നമൊക്കെ. പണ്ടൊന്നും അങ്ങനെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. പിന്നെ സൗമ്യയുടെ അമ്മേനെക്കുറിച്ച് പിന്നെ പറയാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. സൗമ്യയ്ക്ക് അമ്മയും അച്ഛനും ഉണ്ട്, അതിലൊറ്റ മോളാണ് സൗമ്യ. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. 9ാം ക്ലാസ് മുതലേ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ +2 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഡിഗ്രിക്ക് അവൾ ന്യൂമാൻ കോളേജിലേക്കും പോയി, ഞാൻ മൺമേലക്കുന്നിലേക്കും പോന്നു. ഡിഗ്രിക്ക് പിന്നെ അവൾ ഇംഗ്ലീഷാണ് എടുത്തത്. അവളും ഡിഗ്രി PG B.Ed ആണ്, ഇംഗ്ലീഷാണ്. പിന്നെ അവൾ കുറച്ചാൾ വർക്ക് ചെയ്തു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ ജോലിക്കൊന്നും പോയില്ല. B.Ed ഒക്കെ പഠിച്ച് അവിടെ അങ്ങ് ഇരുന്ന് പോയി. പിന്നെ സൗമ്യയുടെ അമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു. അപ്പം അവിടെ കയറി ഞങ്ങൾ പട്ടാണിക്കടലയൊക്കെ വാങ്ങി. ഞാനെന്ന് വെച്ചാൽ രാവിലെ പോകും. ഇവനിപ്പോൾ രാവിലെ എന്ന സ്കൂളിൽ പോകുമ്പോൾ ഞാനും രാവിലെ പോകും. രാവിലത്തെ ബസ്സിന് വലിയ തിരക്കുണ്ടാവില്ല. അങ്ങനെ കാലത്തെ പോയി സൗമ്യയുടെ വീട്ടിൽ കയറിക്കും. +2 പഠിക്കുമ്പോഴാണ് സൗമ്യയുടെ വീട്ടിൽ കയറിയിരുന്ന്. അന്നേരമായിരിക്കും അവളെ കുത്തിപ്പൊക്കിയൊക്കെ എഴുന്നേൽപ്പിക്കുന്നത്. അതെപ്പോഴും ഉണ്ട് അവർക്ക്. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്നാൽ ഇങ്ങനെ +2 കാണാമല്ലോ.
+2 നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഇപ്പുറമാണ് സ്കൂള്. അപ്പോൾ ഇതൊന്നും അപ്പോൾ സൗമ്യനോട് റെഡി നീ ഓടിപ്പോയിട്ട് ആ സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വാടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് തീരെ സമയമില്ലാതായിപ്പോയി. എന്നിട്ട് പോലും നമ്മൾ മൂവാറ്റൂടെ എത്തിയപ്പോഴത്തേക്ക് സന്ധ്യ ആയ ഒരു ഫീലായിരുന്നു. നമ്മൾ 5:45 6 മണിയോടുകൂടി എത്തിയെങ്കിലും ഭയങ്കര ഇരുട്ടായിപ്പോയി. ഇപ്പം നേരെ ഇടുന്നതല്ലേ. അതായിരുന്നു ഈ സ്കൂളൊക്കെ കാണിക്കായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ കടയിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് ആ സാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. സാറിനൊരു മാറ്റമില്ല, നമ്മളൊക്കെ ഇങ്ങ് പ്രായമായി പോയുള്ളൂ. അതിങ്ങനെ ഏൽപ്പിക്കില്ലാടാ, ഭയങ്കര ഇറിറ്റേഷനാടാ. പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിനുശേഷം നമ്മൾ മൂവാറ്റൂടെ എത്തിയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണെന്ന് ആരെങ്കിലും വീഡിയോയിൽ ഓർക്കുന്നുണ്ടോ? പാട്ടുപുസ്തകം വാങ്ങുന്ന കാര്യം. യാക്കോബിറ്റുകാരുടെ ഒരു സെമിത്തേരി ഉണ്ട്, അതിൻ്റെ അടുത്തായിരുന്നു ബസ് സ്റ്റോപ്പ്. നമ്മളിങ്ങ് പണ്ടപ്പള്ളിക്ക് മൂവാറ്റൂടെ നിന്ന് പോരുന്ന ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പം അവിടെ ഒരു കടയുണ്ടായിരുന്നു. 5 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാട്ടുപുസ്തകം കിട്ടുമായിരുന്നു. അങ്ങനെ വാങ്ങിയ പാട്ടുപുസ്തകങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒന്നും കളയാറില്ല. അപ്പോൾ യേശുദാസ്, ചിത്രചേച്ചി, മോഹൻലാൽ ഇങ്ങനെയൊക്കെ. ഇത് കണ്ടോ, വില 5 രൂപ എന്ന് എഴുതിയേക്കുന്നത്. ഇയറൊന്നും ഇതിനകത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് ഇയർ ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പാട്ടുപുസ്തകം എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് പേജ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഏതൊക്കെ സിനിമയിലെ പാട്ടുകൾ കാണുമെന്നൊക്കെ ഓർക്കുക. എനിക്ക് പാടാനുള്ള കഴിവില്ലല്ലോ. ഒറ്റ പാട്ടുപുസ്തകം പോലും ഞാൻ വെറുതെ വാങ്ങാതിരിക്കത്തില്ല കേട്ടോ. വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് വരും, എന്നിട്ട് ഉറക്കെ ഇരുന്ന് പാടും. നാണോ മാനോ ഒന്നും ഇല്ലായിരുന്നു, അത് വേറൊരു കാര്യം. ആരൊക്കെ കേട്ടാലും പ്രശ്നമില്ല. റോഡരികിലാണ് വീടെങ്കിലും ഞാൻ എൻ്റെ കാളരാഗമൊക്കെ അവിടെ നാട്ടുകാർ മൊത്തം കേട്ടിട്ടുണ്ടാകും. പക്ഷെ എനിക്ക് പാടാനുള്ള കഴിവൊന്നുമില്ല. ആ കഴിവൊക്കെ ചേട്ടായിക്കായിരുന്നു. പക്ഷെ ചേട്ടായി ഉറക്കെ പാട്ട് പാടി ഞാനിട്ട് കേട്ടിട്ടുമില്ല. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ പാട്ടുപുസ്തകങ്ങളൊക്കെ. ഇനിയുണ്ട്, കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. കുറേ ഉണ്ടെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. ശ്രുതി മോഹനൻ ഹിയർ. ഇത് ആരുടെയൊക്കെ പേരെഴുതി വെച്ചിരുന്നതാണ്, ഈ ടിക്ടോക്കിലുള്ളവരുടെയൊക്കെ. ഇത് കണ്ട പണ്ടത്തെ പാട്ടുപുസ്തകങ്ങളൊക്കെ ഓർമ്മയുള്ളവർ, അങ്ങനെ വാങ്ങിയിട്ടൊക്കെ ഉള്ളവർ വന്ന് കമൻ്റ് ഇടണം കേട്ടോ. അന്നൊന്നും ഓർത്തിരുന്നില്ല ഇതുപോലെ മൊബൈൽ ഫോൺ വരും, അതിൽ വീഡിയോ എടുക്കാം. ആദ്യമായിട്ട് എനിക്കൊരു ക്യാമറ വാങ്ങിച്ചു തന്നപ്പം കൊഡാക്കിൻ്റെ ക്യാമറയായിരുന്നു വാങ്ങിച്ചു തന്ന. 500 രൂപയായിരുന്നു അന്ന്. അത് പുള്ളോലിലെ പിള്ളേർക്ക് കൊടുത്തായിരുന്നു. ആ പിള്ളേർ പലതവണ തിരിച്ചെടുത്തോണ്ട് തന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ട, എടുത്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ എനിക്കത് വാങ്ങാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ട് പോന്നു. അപ്പോൾ അന്നിങ്ങനെയൊക്കെ ക്യാമറ വരും. അന്ന് ക്യാമറ വാങ്ങിയപ്പോൾ തന്നെ ഉണ്ടല്ലേ, അന്നൊക്കെ ക്യാമറ വാങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് അതിൽ ഫിലിം 100 രൂപയ്ക്ക് ഫിലിം വാങ്ങിയിടും. ഒരു ഫോട്ടോയ്ക്ക് 40 രൂപയോ എങ്ങാണ്ട് വീതം. 40 രൂപ ഫിലിം കഴുകിയെടുക്കാനും ഓരോ ഫോട്ടോയ്ക്ക് 6 രൂപയും 12 രൂപ വെച്ചുള്ള ഫോട്ടോസ്. എന്നിട്ട് വീണ്ടും സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്ത് കാശ് കൊടുത്ത് എടുക്കും. ഇപ്പം ഇത് വല്ലതും ഉണ്ടോ? മൊബൈൽ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഓർത്താണ്. ഇതൊക്കെ ചിത്രചേച്ചിയുടെ ഒക്കെ നല്ല പ്രായത്തിലെ നല്ല കാലഘട്ടത്തിലൊക്കെ ഞാൻ ജനിച്ചു വളർന്നതെന്ന് പറയാൻ വളരെ അഭിമാനം. അതിനകത്ത് സർക്കാർദാത, വടക്കുന്നാഥൻ, തുടക്കം, മയൂഖം, ജൂനിയർ സീനിയർ, രസികൻ, കഥാവശേഷൻ, കാഴ്ച, കൊട്ടേഷൻ, അന്നൊരിക്കൽ, അച്ചുവിൻ്റെ അമ്മയിലൊക്കെ പാട്ടുള്ള സമയത്തൊക്കെ. അപ്പോൾ ഞാനൊക്കെ പാട്ടുപുസ്തകം വാങ്ങിയ ടൈമാണ്. ഇതൊക്കെയാണ് ലാലേട്ടൻ്റെ പടം കണ്ടോ? അപ്പോൾ അതിനകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയൊക്കെ ഇറങ്ങിയ സമയം. കൃഷിയിലെ പാട്ടൊക്കെ ഉണ്ടോ അതിനകത്ത്? കൃഷി കേട്ടിട്ടില്ലേ നീ? കണ്ണറിയത്തില്ല വായിക്കാനായിട്ട്, കണ്ണിന് കാഴ്ചമങ്ങല. അപ്പോൾ ആയിരുന്നു എൻ്റെ മെമ്മറീസ്. എൻ്റെ ചെറുപ്പത്തിലെ ഓരോ മെമ്മറീസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാട്ടോ. ഒരുപാട് കഥകളുണ്ട്, കേൾക്കാനുമുണ്ട് പറയാനുമുണ്ട്. അപ്പം ഞാൻ വീണ്ടും വരാം. അപ്പോൾ പഴയ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അന്നത്തെ മെമ്മറീസൊക്കെ കമൻറ്റ് ഇടണം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.